ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എൻ്റെ മുഖത്ത് കുറച്ചൊക്കെ ടെൻഷനുണ്ട്. വണ്ടി എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ രണ്ടാമതായിട്ട് കുറച്ച് ടൗണിലൂടെ കുറച്ച് ലോങ് പോകുന്ന വീഡിയോ ആണ്. അധികം ലോങ്ങൊന്നല്ല കേട്ടോ. ഞാൻ ഈ ലോങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ ദൂരമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതിപ്പോൾ ഞാൻ തിരുവമ്പാടി ടൗണിലും മുക്കം ടൗണിലുമാണ് എടുക്കുന്നത്. മുക്കത്ത് പോകുമ്പോൾ അഗസ്ത്യമുഴിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അഗസ്ത്യമുഴിയിൽ എപ്പോഴും പറഞ്ഞ പോലെ ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കാരണം 4 കൂടിയ ജംഗ്ഷനാണ്. അപ്പം ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തേണ്ട ഒരവസ്ഥയാണ്. കാരണം അമ്പാടി ഉള്ളതിനോട് ഫീഡിങ് ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് കരയാൻ തുടങ്ങും. കരഞ്ഞ് വണ്ടിയിലെല്ലാം ചാവിട്ടി കൂക്കി വിളിക്കാൻ തുടങ്ങും അവന് പാൽ കുടിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയിട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ തിരുവമ്പാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. തിരുവമ്പാടി ടൗണിൽ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അഗസ്ത്യമുഴി മുക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം പോകുന്നത് അമ്പാടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. അമ്പാടിക്കും കണ്ണനും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. കണ്ണൻ വെച്ചാൽ ചേട്ടായിൻ്റെ കുട്ടി. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവർക്ക് വിഷുവിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മുഖത്ത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ടെൻഷനാണ്. ഞാൻ ഭയങ്കര ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. തുടക്കമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ എന്നല്ല, ഭയങ്കര ശ്രദ്ധയായിരിക്കും. അപ്പുറത്ത് കൂടെ വണ്ടി വരുന്നുണ്ടോ, ഇപ്പുറത്ത് കൂടെ വണ്ടി വരുന്നുണ്ടോ, ആ വളവിൽ എന്താണ് വേറെ വണ്ടി ഉണ്ടോ. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ആ നായ്ക്കുറുക്കം വണ്ടി ഇങ്ങോട്ട് കയറൂലേ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം തുടക്കക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. വണ്ടി നമ്മൾ ഓടിച്ചേ ശരിയാവുള്ളൂ. ഇന്ന് പോകുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാർക്കിംഗ് ആണ്. മുക്കത്തുള്ള ബേബി ഹഗ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയാണെങ്കിൽ മുക്കത്ത് മെയിൻ റോഡിൽ നിന്ന് തന്നെ സൈഡിലേക്ക് കയറുക വേണ്ടത്. അവിടെ കയറുന്ന കുറച്ച് ചരിവോടുകൂടി ഒരു കുന്നു പോലെയുള്ള സ്ഥലത്ത് തന്നെയാണ് പാർക്ക് ചെയ്യാൻ വേണ്ടത്. നമുക്ക് കയറുന്നിടത്ത് റോഡുമെന്ന് കയറുന്നിടത്ത് കുറച്ചൊരു ഹമ്പ് പോലെയൊക്കെ ഉണ്ട്. ഹമ്പല്ല, സൈഡിലുള്ള ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഈശ്വര എനിക്ക് അവിടെ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ, കറക്റ്റ് വണ്ടി കയറ്റിയാലല്ലേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി അവിടെ വേറെ വണ്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എനിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എൻ്റെ ടെൻഷനാണ്. പാർക്കിംഗ് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കാണുകയുണ്ടായി. ആ വീഡിയോയിൽ പറഞ്ഞത്, നിങ്ങൾക്ക് പാർക്കിംഗ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുക്കാതെ ഇരിക്കരുത്. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ, വണ്ടി നേരെ റോട്ടിൽ കൂടെ ഓടിക്കാൻ അറിയാലോ. അപ്പോൾ എവിടെ പോവുകയാണെങ്കിലും വണ്ടി എടുക്കുക, ഓടിക്കുക. പാർക്കിങ്ങിൻ്റെ കാര്യം നിങ്ങൾ പിന്നെ വിചാരിക്കുക. ഇപ്പോൾ 2 കാറ് നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യണം. പക്ഷേ പാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ പാർക്ക് ചെയ്യണ്ട. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കുറച്ച് ദൂരം എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ പാർക്ക് ചെയ്യുക. എന്നിട്ട് വേണ്ട സ്ഥലത്തേക്ക് നടന്ന് വരിക. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് വണ്ടീൻ്റെ സ്റ്റിയറിങ്ങും വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളും, വണ്ടി എങ്ങനെയാണ് പോകുന്നത്, ക്ലച്ചും ബ്രേക്കും എല്ലാം നമ്മളെ കയ്യിൽ കിട്ടും. നമുക്ക് മെല്ലെ നമ്മളെ കയ്യിൽ കിട്ടും. അങ്ങനെ പതുക്കെ നിങ്ങൾ പോകെ നിങ്ങളെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ പാർക്ക് ചെയ്യാൻ പഠിക്കും. ഈ ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെയിലി എന്ന് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, വണ്ടി എടുത്തിട്ട് പോകണം, എവിടെ പോവുകയാണെങ്കിലും വണ്ടി എടുത്തിട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ അഗസ്ത്യമുഴി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഗസ്ത്യമുഴി എത്തുന്നത് പറഞ്ഞ പോലെ തന്നെ ബ്ലോക്കാണ്. എന്നത്തെയും പോലെ അത്ര വലിയ ബ്ലോക്കില്ലായിരുന്നെങ്കിലും ബ്ലോക്ക് ഉണ്ട്. 4 സൈഡിൽ കൂടെയും വണ്ടി വരുന്ന അത് സ്ഥലം എന്താണെന്നറിയില്ല. ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ ഞങ്ങൾ അഗസ്ത്യമുഴി എത്തി. അപ്പോൾ ഈ ബ്ലോക്കിൽ കൂടെ പോകാൻ നേരത്ത് ഞാൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛന് ടെൻഷനുണ്ടോ? കാരണം അച്ഛന് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്, എന്നെ പോലെ തന്നെ എനിക്കും പേടിയാണ്. അപ്പം അച്ഛന് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, എന്തെങ്കിലും പറ്റുമോ, വണ്ടി എടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഒരിതാണ് നമുക്കറിയാം. പക്ഷേ എന്നാലും അച്ഛനോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛന് ടെൻഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം ബ്ലോക്കിലാണ് പെട്ടിട്ടുള്ളത്. എനിക്ക് ഉണ്ടായിരുന്നു ഒരു ചെറിയ ടെൻഷൻ, എങ്ങനെ ഞാൻ ഇതിലൂടെ എടുക്കും. ഞാൻ ഇതുപോലെ ബ്ലോക്കിൽ ഞാൻ അങ്ങനെ എടുത്തില്ല. ഹസ്ബൻഡ് ഇരിക്കുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യമാണല്ലോ, കൂടെ ഒരാളുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാളെന്തായാലും അപ്പുറത്തിരിക്കുന്ന ആളെന്തായാലും എടുത്തിരിക്കും. ഇത് പിന്നെ അങ്ങനെയല്ലല്ലോ, ഞാൻ തന്നെ എടുക്കണം. വണ്ടി ഓഫായി പോകുമെന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് വണ്ടി ഒരു കുഴപ്പമില്ലാതെ തന്നെ എടുത്തിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഒരിത്. നമ്മളെ നെഞ്ചിൽ ഒരു ചെറിയ പടപടപ്പ് ഉണ്ടാവും, എന്നാലും അധികം ടെൻഷൻ അടിക്കാതിരിക്കുക.
എത്ര സമയമായി നോക്ക്, അങ്ങ് പോവാ വണ്ടി ബ്ലോക്കായിട്ട്. ഞാൻ അടുത്ത അവിടെ ബ്ലോക്കാക്കി. ആ സൈഡിലാണ് അവിടെ കയറാനുള്ളത്. ഇതിപ്പോൾ അല്ലാതെ തന്നെ നോക്കി ഇറക്കുന്നതിന് ലേറ്റൊക്കെ വരണം. എത്ര നീണ്ട ക്യൂ നോക്കിക്ക്, എത്രയോ ആശുപത്രിപ്പടിൻ്റെ അപ്പുറമല്ലേ? പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ എവിടെയാണ്? പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഒന്നല്ല, ഇവിടെ എവിടെയാണ്? എത്ര ദൂരമാണ്? അപ്പോൾ നമ്മൾ അഗസ്ത്യമൊഴിയൊക്കെ കഴിഞ്ഞ് ബേബി ഹഗ്ഗിലേക്ക് എത്താനായി തുടങ്ങി കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഷോപ്പുള്ളത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നല്ല ബ്ലോക്കാണ്. ഭാഗ്യത്തിന് ഞാൻ പോകുന്ന വശത്ത് അത്രയ്ക്ക് ബ്ലോക്കില്ല. അപ്പോൾ ഞാനിവിടുന്ന് അപ്പുറത്തേക്ക് സൈഡിലേക്ക് കയറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം അവിടെ നിർത്തി. ഈ വീഡിയോ കാണുന്ന അത്ര ഇത് തന്നെ കേട്ടോ. കുറച്ച് നേരം നിർത്തി ഞാൻ നോക്കിയിട്ടാണ് ഞാൻ കയറിയത്. നമുക്ക് പെട്ടെന്ന് വന്ന് അങ്ങനെ കയറാനുള്ള ഒരു ഇതൊന്നുമില്ലല്ലോ. ഞാൻ അതിലൂടെ കയറുമോ ഇല്ലയോ, കുറച്ച് വലത്ത് കൂട്ടിയെടുക്കണമല്ലോ. ഇടത്ത് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അതിനിട്ട് ഇടിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് വേറെ ഒരു വണ്ടിയുണ്ട്. ഏതായാലും കുഴപ്പമില്ലാണ്ട് ഞാൻ വണ്ടി അവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. കയറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് ഈ പാർക്കിംഗ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പാർക്ക് എങ്ങനെ ചെയ്യും, അപ്പുറത്തും ഇപ്പുറത്തും വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പാർക്ക് ചെയ്യും, വേറെ എവിടെയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു വന്നത്. ഞാൻ അവിടെ പാർക്ക് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ ആശ്വാസമായി. ഇനി തിരിച്ചു പോകുന്നതിനെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് വലിയ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. റോഡുമ്മ കൂടെ എങ്ങനെയാണ് നമ്മൾ ഓടിച്ചു പോകാം. ഈ പാർക്കിങ് ഈ കയറ്റത്തിൽ ബ്ലോക്ക് വരുമ്പം അതെങ്ങനെ എടുക്കാം എന്നുള്ളതും ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ആക്സിലേറ്ററും ക്ലച്ചും ഇങ്ങനെ ചവിട്ടി എടുക്കണമല്ലോ. അതെനിക്ക് റെഡി ആയിട്ടില്ല. പോകെ ഞാനത് പഠിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വണ്ടി ഇങ്ങനെ എടുത്തെടുത്ത് പഠിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഞാൻ എങ്ങനെയാണ് തിരിച്ചിറക്കിയെന്നുള്ള വീഡിയോ എടുത്തിട്ടില്ല. കാരണം അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ടെൻഷനായിരുന്നു. അപ്പുറത്താണെങ്കിൽ ഭയങ്കര ബ്ലോക്കും ആയിരുന്നു. മെയിൻ റോഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബ്ലോക്ക്, അതുപോലെ തന്നെ ബ്ലോക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ടെൻഷൻ, എനിക്ക് ടെൻഷൻ. എനിക്ക് അങ്ങനെ വണ്ടി എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ടെൻഷനില്ല. എന്നാലും ഇവിടെ നിന്നൊന്ന് എടുത്തു പോകണ്ടേ, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. അങ്ങ് റോഡുമ്പിലേക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നത് കാണുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടെൻഷൻ്റെ ഇതിൽ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി മുക്കം സ്റ്റാൻഡിൻ്റെ ബേക്ക് വശത്തു കൂടെ ആണ് പോകുന്നത്. അത് ഇതിലൂടെ പോകുമ്പോഴും ബ്ലോക്ക് ഉണ്ടാവും. കാരണം വീതി അധികം ഇല്ലാത്ത റോഡാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ബ്ലോക്കാണ് വരുന്നത്. ഇവിടെ ചെറിയ ബ്ലോക്ക്, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വണ്ടി വരും. രണ്ട് സൈഡിലും വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമൊക്കെ. പക്ഷേ ഞാൻ കുഴപ്പമില്ലാതെ വണ്ടി എടുത്തു. നമ്മൾ പാനിക്കാവാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, ഇത് നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മളെ വണ്ടി പോകുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം അതിലൂടെ വണ്ടി എടുക്കുക. ഇല്ലെങ്കിൽ വണ്ടി അവിടെ നിർത്തിയേക്കുക, ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാരാണ്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഡ്രൈവിങ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു തട്ടുമുട്ടൊക്കെ എവിടെയെങ്കിലും ഉണ്ടായി എന്നൊക്കെ വരും. അപ്പോഴും നമ്മൾ ടെൻഷൻ ആവാതിരിക്കുക. പിന്നെ വണ്ടി എടുക്കൂല എന്നുള്ള തീരുമാനം എടുക്കാതെ വണ്ടി എടുക്കുക തന്നെ വേണം. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകുമ്പം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും, വണ്ടി ആകുമ്പോൾ അവിടെയും ഇവിടെയും തട്ടിയും മുട്ടുമൊക്കെ ചെയ്യും. ഇനി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം, എപ്പോഴെങ്കിലും ഒന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടിന്ന് വരും. തട്ടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മെല്ലെ പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തട്ടിയാലൊരു പ്രശ്നവും ഇല്ല. ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു കുഴപ്പമില്ല. അപ്പോൾ അത് പേടിച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും മുട്ടുമോ എന്ന് പേടിച്ചിട്ടും വണ്ടി എടുക്കരുത്. പിന്നെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കണം, വണ്ടി മുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ആവരുത്, അവിടെ കടന്ന് പേടിക്കരുത്. പേടിച്ചിട്ട് വീണ്ടും അയ്യോ വണ്ടി ഇനി എന്താ ചെയ്യുക, ആൾക്കാർ നോക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് വണ്ടി വീണ്ടും എടുത്തും കണ്ട് സൈഡാക്കാനും ഒതുക്കാനും ഒന്നും നോക്കരുത്. അപ്പം തന്നെ വണ്ടി നിർത്തിയേക്കുക, ഒന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് നമ്മളെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ എന്ന് നോക്കുക. ഒന്ന് റിലാക്സ് ആയതിന് ശേഷം വണ്ടി എടുക്കുക.
അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ഡ്രൈവിങ് കൂടുതലായിട്ട് അറിയും അല്ലെങ്കിൽ ഞാൻ പഠിച്ച് എന്നുള്ള ഒരു ഇതുകൊണ്ടൊന്നല്ല, ഇതിനെക്കുറിച്ച് അറിയാനും ഇനി ആർക്കെങ്കിലും വണ്ടി എടുത്ത് പോകാൻ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ധൈര്യം കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും പറയാനുള്ളത്, വണ്ടി എടുത്ത് പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ പോവുക, പേടിച്ച് മടിച്ച് നിൽക്കരുത്. ഓക്കെ, ബൈ.